ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് തീവ്രവാദികളെ വെറുതെ വിട്ട ചരിത്രം ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ ആക്രമിച്ച ഓരോരുത്തരെയായി കണ്ടുപിടിച്ച് അവരെ വധിക്കുന്ന രീതി ഇസ്രായേലിനും മൊസാദിനുമുണ്ട്. സമാനമായ സംഭവമാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് വാർത്തയുടെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞായറാഴ്ച ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹെയ്കം അലി തബത്തയിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടതെന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള സംഘടനയെ ശക്തിപ്പെടുത്താനും ആയുധബലം വിപുലീകരിക്കാനും ചുമതലയുള്ള പ്രധാന നേതാവിനെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് IDF ആക്രമണം നടത്തിയിരുന്നു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. US ട്രഷറി 2016 ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് തബത്താബായി. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $50 ലക്ഷം പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം ഖസീമിന് ശേഷം രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് തബത്താബായി. യുഎസിന്റെ മധ്യസ്ഥതയിൽ 1 വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയാണ് ലെബനൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കാം, ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമോ എന്നതും വഴിയെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വെടിനിർത്തൽ കരാർ ഇടിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ കടന്നാക്രമണം എത്തരത്തിലാണ് ലെബനൻ തിരിച്ചാക്രമിക്കാൻ പോകുന്നതെന്നും അതിന് ഹിസ്ബുള്ള ഏതരത്തിലുള്ള മറുപടിയായിരിക്കും നൽകാൻ പോകുന്നതെന്നും ഒക്കെ അറിയേണ്ടതുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രബല കേന്ദ്രമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് ആക്രമണം ഉണ്ടായതെന്നും ആക്രമണം വൻ നാശനഷ്ടത്തിന് കാരണമായെന്നും ലെബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി പറഞ്ഞു. ഹരേത് ഹേക്ക് മേഖലയിലെ കെട്ടിടത്തിൽ 3 മിസൈലുകൾ പതിച്ചു. വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 9 നില കെട്ടിടത്തിന്റെ 3, 4 നിലകളിലാണ് ആക്രമണം ഉണ്ടായതെന്നും സ്ഥലത്തുനിന്നും കനത്ത പുക ഉയർന്നുവെന്നും AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ ഗസയിൽ ഹമാസിനെതിരെ നീക്കവും തുടരുന്നുണ്ട്. അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഗസ സമാധാന കരാർ കഴിഞ്ഞ ഒക്ടോബർ 10 വന്നത്. ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണയും കരാറിനുണ്ടായിരുന്നു. ബന്ധികളെ മോചിപ്പിക്കുക, ഗസയിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുക, ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം, ഗസയിലെ മനുഷ്യർക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുക, ഗാസ പുനർനിർമ്മാണത്തിന് പിന്തുണ നൽകുക തുടങ്ങിയവയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഏതാനും ബന്ധികളെ പരസ്പരം കൈമാറിയതല്ലാതെ കരാറിന്റെ മറ്റു വ്യവസ്ഥകൾ നഗ്നമായി ലംഘിക്കപ്പെട്ടു. എന്നാലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്.